ഗൈസ് എന്തൊരു ഒച്ച കേൾക്കുന്നുണ്ട്. എന്താ അത്? ഗൈസ് എന്തോ മരപ്പെട്ടി എന്തോ ആണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു ജീവിയാണ്, ഒരു സസ്തനിയാണിത്. കണ്ടോ, ഇതിന്റെ വാല് നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് രാത്രി ഇര തേടുന്ന ഒരു കൂട്ടരാണ് ഇവര്. മരങ്ങളിലാണ് സാധാരണ താമസം, അതുകൊണ്ട് തന്നെയാണ് മരപ്പെട്ടി എന്ന് പേര് വരാൻ. മാത്രമല്ല വീടിന്റെ മച്ചിൻപുറങ്ങളിലൊക്കെ കാണാറുണ്ട്. സോ ഇത് ആകെ കുടുങ്ങിയിരിക്കുകയാണ്, അതിന്റെ കയ്യോ കാലോ അങ്ങനെ എന്തോ കുടുങ്ങിയിട്ടുണ്ട്. ഒരു പരിധി വരെ അത് വേറിട്ടിട്ടുണ്ട്, എന്നാലും അത് നമ്മൾ തലയുടെ ഭാഗത്ത് കുറച്ച് ചെറിയൊരു കെട്ടൊക്കെ കാണുന്നുണ്ട്. നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കാം. ഒരു കത്രിക കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്തിട്ട് രക്ഷപ്പെടുത്തുന്നു. സാധാരണ വലയിൽ കുടുങ്ങിയാൽ അത് രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. സോ നമ്മൾ അത് കണ്ടതുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും നോക്കാം. രാത്രി ഇര തേടുന്നവരാണ് ഇവര്. മരങ്ങളിലാണ് സാധാരണ ഇവരുടെ വാസസ്ഥലങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിൽ തട്ടിൻപുറത്തിലും മച്ചിൻപുറങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഇത് കാണപ്പെടാറുണ്ട്. പിന്നെ രാത്രി കാലത്താണ് മിക്കവാറും ഇര തേടല്. മിശ്രബുക്കാണ്. പഴവും ഉരകങ്ങളെയും അതുപോലെ തന്നെ മുട്ടകളൊക്കെയാണ് ഇവരുടെ കാര്യപ്പെട്ട ഭക്ഷണം. ആള് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതുണ്ടോ, ചീറ്റുന്നുണ്ട്. പൂച്ചയെ പോലെ ഒക്കെ ചീറ്റുകയും പിന്നെ ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആള് പേടിച്ചിട്ടാണ്. അപ്പോ ഇവര് പിന്നെ രാത്രിയിൽ ഇര തേടുന്നു. പിന്നെ മരത്തിന്റെ പൊത്തിലാണ് സാധാരണ പ്രജനനം. 3 മുതൽ 4 വരെ കുട്ടികളൊക്കെ ഒരു പ്രജനനത്തിലുണ്ടാവും. എല്ലാ വർഷവും പ്രസവിക്കാറുണ്ട്. ഒരു വർഷത്തിലാണ് ഇവര് പ്രായപൂർത്തിയാവുന്നത്. ഈ മരപ്പെട്ടികൾ ഏകദേശം 3 മുതൽ 3.5 കിലോഗ്രാം വരെ ഭാരം വെക്കുന്നുണ്ട്. പിന്നെ മൂക്ക് മുതൽ വാലിന്റെ അറ്റം വരെ ഏകദേശം 1 മീറ്റർ നീളം ഇവ ഉണ്ടാവും. പിന്നെ ഒരു വർഷത്തിൽ ഇവര് പ്രായപൂർത്തിയാവും. 22 വർഷം വരെ ഇവര് ജീവിക്കും. 22 വർഷമാണ് ഇതിന്റെ ജീവിത ദൈർഘ്യം. നമ്മുടെ സാധാരണ മരപ്പെട്ടികളിൽ വെളുത്ത വരകൾ കാണാറുണ്ട്. എന്നാൽ ചെറിയ കുട്ടികളിൽ ഇത് കാണാറില്ല. അത് പ്രായപൂർത്തിയാവുമ്പോൾ ആ വരകൾ പ്രത്യക്ഷമാവും. ഇപ്പൊ നമ്മൾ ഏകദേശം അതൊന്ന് റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെറിയ ഭാഗങ്ങൾ, അതിന്റെ ഒരു റൈറ്റ് ലെഗൊക്കെ ഇതില് പിന്നെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അത് സഹകരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന് എത്രത്തോളം കടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു കോലുണ്ട്, അതൊന്ന് വേറെ എടുത്താൽ നോക്കാം. ഇത് പിന്നെ മരങ്ങളിൽ മാത്രമല്ല, മണ്ണിൽ ഇറങ്ങി ഇര പിടിക്കുന്ന ജീവികളാണ്. കറുത്ത രോമങ്ങളെ കൊണ്ട് മൂടിയ ഒരു ശരീരമാണ് ഇതിനുള്ളത്. അപായഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂച്ചകളെ പോലെ ചീറ്റുകയും കടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനുള്ള ശ്രമമൊക്കെ അത് നടത്തുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് അന്ന് റെഡി ആയത്. പിന്നെ കൈകാലുകളുടെ പ്രത്യേകത, അതിന്റെ കാല് ശ്രദ്ധിച്ചറിയാം. അത് ഏകദേശം വിടാനായിട്ടുണ്ട്. കാല് ശ്രദ്ധിച്ചാൽ അറിയാം. അത് നീളമുള്ള മരത്തിൽ ചുറ്റിപ്പിടിച്ച് കയറാൻ പാകത്തിന് കൂർത്ത നഖങ്ങളോട് കൂടിയ കാലുകളാണുള്ളത്. ഇതിപ്പോ നമ്മൾ ഓൾമോസ്റ്റ് അതിന്റെ എല്ലാം കട്ട് ചെയ്തു. ഇനി ആ തലയുടെ ഭാഗം മാത്രമാണ് എന്നുള്ളത്. ഗൈസ് നമ്മൾ നോക്കുകയാണ്. ചിലപ്പോൾ അത് വേറിട്ടാൽ നമ്മളെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കൂടുതൽ കെട്ടിക്കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഏകദേശം നമ്മൾ റെഡി ആയിട്ട് വരുന്നു. അതിൻ്റെ തലയൊന്ന് ഓക്കെ ഗൈസ്, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി. അത് അതിൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ആ തലഭാഗത്ത് ചെറിയൊരു ഭാഗത്ത് നെറ്റ് കുടുങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രൗണ്ടിന്റെ സൈഡിനോട് ചേർന്നിട്ടുള്ള നെറ്റാണ്. ബോൾ പോകാതിരിക്കാൻ വേണ്ടി വെച്ച നെറ്റിലാണ് അത് കുടുങ്ങിയത്. രാത്രി കുടുങ്ങിയതാണ്. എന്തായാലും നമ്മൾ ഓക്കെ, ജസ്റ്റ് ഒരു 1-2 കട്ടും കൂടിയും കൊണ്ട് നമുക്കത് ഫ്രീ ആവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സഹകരിക്കുകയാണെങ്കിൽ നമുക്കത് ഉടനെ തന്നെ അത് റെഡിയാക്കാം. സോ 2 പേര് വല പിടിച്ചിട്ടുണ്ട്. ഒരാൾ കട്ട് ചെയ്യുന്നുണ്ട്. സോ കൊണ്ട് അത് ചീറ്റുന്നുണ്ട്. പൂച്ചയെ പോലെ മാന്തുകയും ചീറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഒരു പട്ടിക്ക് സമാനമായ മുഖം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മരപ്പട്ടി എന്ന് പേര് കിട്ടിയത്. സാധാരണ നമ്മുടെ മച്ചിൻപുറങ്ങളിലൊക്കെ
സാധാരണ അത് കാണാറുണ്ട്. കണ്ടോ അതിൻ്റെ കാല് ശ്രദ്ധിച്ചോ? കാല് ഭയങ്കര നീളമുള്ള കാലുകളാണ്. നഖങ്ങളോട് കൂടിയ മരം കയറാൻ സഹായിക്കുന്ന രീതിയിലുള്ള കാലുകളാണ്. മാത്രമല്ല ഇതിൻ്റെ വാല് അത്യാവശ്യം നീളമുള്ള, ഏകദേശം വാല് 45 സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കാറുണ്ട്. സോ ഈ വാലുകൾ ഓക്കെ ഗൈസ്, ജസ്റ്റ് ഇത് നമ്മൾ ഫൈനലിലേക്ക് എത്തിയിരിക്കണം. ജസ്റ്റ് ഒരു ചെറിയ കട്ട് കൊണ്ട് അത് റെഡി ആവുമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. നോക്കാം, ഒരു പക്ഷേ നമുക്കത് നമ്മൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം. അതിൻ്റെ ഏറെക്കുറെ ഇത് പോന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ കഴുത്തിൽ കുടുങ്ങിയ 1-2 ചെറിയ ബോഡി നമ്മൾ വേറെടുത്താണ്. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ മാക്സിമം കത്രിക ഉപയോഗിക്കുക. യെസ് ഗൈസ്, ഓക്കെ ഗൈസ്. അത്ര സ്പീഡിലാണ് അത് പോയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.